നമസ്കാരം. ഇന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി നടക്കുന്ന ചർച്ചകൾ, അഭ്യൂഹങ്ങൾ, അതിനെക്കുറിച്ച് മാത്രം നമ്മൾ പറയുന്നു എന്ന് മാത്രം. തൃശ്ശൂർ ജില്ലയിൽ 13 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 13 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും 12 അടുത്തൊന്നും ജയിച്ചിട്ടുള്ളത് LDF ആണ്. ഒരു സ്ഥലത്ത് മാത്രം കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അത് ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് അവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ തെക്ക് വശത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് പറയാൻ കഴിയുക ചാലക്കുടിയാണ്. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നാണ് സനീഷ് കുമാർ ജോസഫ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം ആദ്യമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം ടൈം അവിടെ തന്നെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകൾക്കൊന്നും അതിന് വിരുദ്ധമായിട്ട് യാതൊന്നും സംഭവിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ശ്രദ്ധേയമായ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഒരു യുവ MLA എന്നുള്ള പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. പിന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂർ രൂപീകൃതമായതിനു ശേഷം ആദ്യം മത്സരിച്ചത് TM പ്രതാപനാണ്. അതിനുശേഷം സ്വാഭാവികം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഭരണത്തിൽ വളരെ പുറകിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മാളയുടെ ഒരു വലിയ ഹൃദയം ഉള്ള ഒരു പ്രദേശമായിരുന്നിട്ട് പോലും പിന്നീട് പഞ്ചായത്തുകളിലൊന്നും അങ്ങനെ ഭരണത്തിലൊന്നും എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രദേശത്തിന്. അവിടെ പിന്നെ മത്സരിച്ച് KP ധനപാലനും MP ജാസനൊക്കെ മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ കാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്ന പേര് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് OJ ജനീഷിൻ്റേതാണ്. OJ ജനീഷ് ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ്. സജീവ സാന്നിധ്യമാണ്. പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ട് നല്ല ബന്ധം വ്യക്തമായിട്ട് പുലർത്തുന്ന ഒരാളാണ്. മാള MLA ആയിരുന്നിട്ടുള്ള TU രാധാകൃഷ്ണൻ്റെ മാനസിക പിന്തുണ, KPCC സെക്രട്ടറി ആയിരുന്നുള്ള TUവിൻ്റെ മാനസിക പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരു വർഷം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി ജനീഷ് തന്നെയായിരിക്കും കൊടുങ്ങല്ലൂരിൽ. പിന്നെ വരുന്ന മണ്ഡലം കയ്പമംഗലമാണ്. കയ്പമംഗലത്തിൽ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ മത്സരിച്ച RSP ആണ്. ഭയങ്കര ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു അവിടെ UDF. കഴിഞ്ഞ തവണ ശോഭാ സുബിൻ മത്സരിച്ചു. ശോഭാ സുബിൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ ചുവടുവർക്കും സംഘടന മികവൊക്കെ കൊണ്ട് വളരെയധികം ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരാൻ സാധിച്ചു. ഈ തവണത്തെ മത്സരത്തിന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകും എന്നാണ് പറയപ്പെടുന്നത്. TR മഹേഷിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ് ശോഭാ സുബിൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കോൺഗ്രസ്സുകാരെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ശോഭാ സുബിൻ കയ്പമംഗലത്ത്. പിന്നെ വരുന്ന ഇത് മണ്ഡലം നാട്ടികയാണ്. നാട്ടിക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സുനിൽ ലാലൂരാണ്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം എന്നറിയുന്നു. പക്ഷേ എങ്കിലും 2 പേരുകൾ കൂടി അവിടെ സാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന CC ശ്രീകുമാർ, അതുപോലെ തന്നെ KV ദാസൻ, ഈ 2 പേരുടെ പേരുകളും അവിടേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂരാണ്. ഗുരുവായൂർ ലീഗിൻ്റെ മണ്ഡലമാണ്. ലീഗിൻ്റെ മണ്ഡലത്തിൽ സാധാരണഗതിയിൽ അവിടെ വന്ന് മത്സരിക്കാറുള്ളത് പുറത്തുള്ളവരായിരിക്കും. മലപ്പുറത്തു നിന്നോ ഒക്കെ വന്ന് മത്സരിക്കുന്ന ആളുകളായിരിക്കും ഒന്ന് മത്സരിക്കുക. പ്രാദേശികമായിട്ടൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് CH റഷീദിൻ്റെ അവിടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കുന്നംകുളമാണ്. കുന്നംകുളത്ത് ഉയർന്ന് കേൾക്കുന്ന ഒരു പേര് അത് ഡോക്ടർ സോയ ജോസഫാണ്. ഡോക്ടർ സോയ ജോസഫ് അവിടെ മത്സരിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പഠന ക്ലാസുകളിൽ, അതുപോലെ തന്നെ ചർച്ചാവേദികളിലൊക്കെ ഒരു നിറസാന്നിധ്യമായി അവർ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല വനിതാമുഖം തന്നെ സംസ്ഥാനത്ത് തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും സോയ ജോസഫ്. അവരുടെ പേരോട് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ അടുത്ത മണ്ഡലം വടക്കാഞ്ചേരിയിൽ പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അനിലക്കര മുൻ MLA പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പേര് സജീവമായിട്ട് ആളുകൾക്ക് പറയുന്നുണ്ട്. പിന്നെ PN വൈശാഖ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പേരും വടക്കാഞ്ചേരിയിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. പിന്നെ ചേലക്കര മണ്ഡലമാണ്. ചേലക്കര മണ്ഡലം കഴിഞ്ഞ തവണ നമുക്കറിയാം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിട്ട് മാറിയൊരു പ്രദേശമാണ് ചേലക്കര. ആ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം 14 സീറ്റുകൾ സംസ്ഥാനത്ത് സംവരണ മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ പലതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഉയർന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അത്യാവശ്യം വലിയ കെൽപ്പുള്ളൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിൽ കൂടി അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ളൊരു പേരായിട്ട് പറഞ്ഞു കേൾക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ്റെയാണ്. അതോടൊപ്പം തന്നെ KV ദാസൻ്റെയും CC ശ്രീകുമാറിൻ്റെയും പേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ഉള്ളൂർ നിയോജക മണ്ഡലമാണ്. ഉള്ളൂർ നിയോജക മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുൻ MLA ആയിരുന്ന വിൻസെൻ്റ് അദ്ദേഹം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജോസ് വെള്ളൂരുണ്ട്. ഇപ്പോൾ DCC പ്രസിഡൻ്റായിരിക്കുന്ന ജോസഫ് ടാജറ്റിൻ്റെ പേരും അവിടേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
ഈ 3 പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. പിന്നെ ഒരു സഭാ സ്ഥാനാർത്ഥിയുടെ പേര് കൂടി പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പറയുന്നില്ല. പിന്നെ വരുന്ന മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂർ എന്തായാലും സന്ദീപ് വാര്യരോട് മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന കോൺഗ്രസ്സുകാരാണ് അധികവും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വേരുകളുള്ള തൃശ്ശൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കേണ്ട, കോൺഗ്രസ്സുകാരൻ തന്നെ അല്ല പഴയ കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും നിന്ന് മത്സരിച്ചാൽ മതി എന്നുള്ളൊരു വികാരമാണ് പൊതുവിൽ ആളുകൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ഒരു പേര് ടി വി ചന്ദ്രമോഹനാണ്. അദ്ദേഹം മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരുന്നു, കുന്നംകുളത്തിൻ്റെ MLA ആയിരുന്നു. അതുപോലെ കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്തൊക്കെ വളരെ സജീവമായൊരു സാന്നിധ്യമാണ്, സൗമ്യമായൊരു സാന്നിധ്യമാണ് ടി വി ചന്ദ്രമോഹൻ. അതിനപ്പുറം അവിടേക്ക് ഉയർന്നു വരാവുന്ന പേര് പല്ലൻ, മുൻ മേയർ തൃശ്ശൂരിൻ്റെ. പിന്നെ തൃശ്ശൂർ GCC പ്രസിഡൻ്റ് പേരും അവിടേക്ക് പരിഗണിക്കപ്പെട്ടുകൂടാ എന്നില്ല. നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലം പുതുക്കാടാണ്. പുതുക്കാട് കഴിഞ്ഞ തവണ മത്സരിച്ച് സുനിൽ അന്തിക്കാടാണ്. സുനിൽ അന്തിക്കാട് അവിടെ മത്സരിച്ചു. അദ്ദേഹം ഭൂരിപക്ഷമൊക്കെ കുറച്ചുകൊണ്ടെന്നെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പേരിന് സ്വാഭാവികമായിട്ടൊരു പ്രാമുഖ്യം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ പ്രാദേശികമായിട്ട് ഉയർന്നു വരുന്നൊരു പേര് അടുത്തൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജിൻ്റെയാണ്. അദ്ദേഹത്തിന് സംഘടനാപരമായിട്ടുള്ള പേരുകളും കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങളും വ്യക്തികളായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പുതുക്കാട് ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് PCCയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന അഡ്വക്കേറ്റ് MS അനിൽകുമാറിൻ്റെ പേര് കൂടി അവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു അഡ്വക്കേറ്റ് MS അനിൽകുമാറിൻ്റെ പേര്. പിന്നെ വരുന്നത് ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലമാണ്. ഇരിഞ്ഞാലക്കുട നിയമസഭാ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ അത് തോമസ് ഉണ്ണിയാടൻ കാലങ്ങളായിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം. തോമസ് ഉണ്ണിയാടിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവിടെ MP ജാക്സൻ്റെ പേര് വളരെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ സഹകരണ മേഖലയിലും മുനിസിപ്പൽ ഭരണത്തിലൊക്കെ വളരെ സ്വാധീനവും കോൺഗ്രസ്സിലെ വ്യക്തികളായിട്ട് വളരെ ബന്ധമുള്ള ആളാണ്. അതോടൊപ്പം തന്നെയാണ് MS അനിൽകുമാറിൻ്റെ പേരും അവിടേക്ക് പരിഗണിക്കപ്പെടുന്ന MS അനിൽകുമാറിൻ്റെ മണ്ഡലവും ഇരിഞ്ഞാലക്കുട തന്നെയാണ്. ആ 3 പേരോടൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാകുന്ന ഒരു കാര്യം, മണലൂരും ഇരിഞ്ഞാലക്കുടയും തമ്മിൽ ഒരു വെച്ചുമാറലൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ജാക്സൺ തോമസ് ഉണ്ണിയാടൻ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനൊക്കെ അപ്പുറം ഒരാളുടെ പേര് കാര്യമായിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് അവസാനം പറയാമെന്ന് വെച്ച് തന്നെയാണ് മണലൂരിൽ മത്സരിക്കും എന്നാണ് TN പ്രതാപൻ അടുത്ത ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചിത്രം. നന്ദി, നമസ്കാരം.